മനുഷ്യ വന്യജീവി സംഘർഷം സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചു. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗമാണ് തീരുമാനമെടുത്തത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രവർത്തനം ഇതിനായി ഉപയോഗിക്കും. മുഖ്യമന്ത്രി തലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലുമുള്ള 4 സമിതികൾ ജില്ലാ പ്രാദേശിക തലത്തിൽ ഉൾപ്പെടെ രൂപീകരിക്കും. ആദിൽ പാലോട് നൽകും വിവരങ്ങൾ. ആദിൽ, ഇപ്പോൾ ഒരു സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിലൂടെ കൂടുതൽ നടപടികൾ കാര്യക്ഷമമാക്കാനുള്ള വഴികളാണ് ഒരുങ്ങുന്നത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ സമിതി രൂപീകരിച്ചുകൊണ്ട് അടിയന്തര നടപടികളിലേക്ക് സർക്കാർ കടക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഉറപ്പായും അങ്ങനെ തന്നെയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനമായി ഇപ്പോൾ പുറത്തു വരുന്നത്. മനുഷ്യ വന്യജീവി സംഘർഷം സംസ്ഥാനത്തിന്റെ പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് മന്ത്രിസഭാ യോഗം. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ഇത് സംബന്ധിച്ചുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. മാത്രമല്ല, നിരവധി സമിതികൾ ഇത് സംബന്ധിച്ച് 4 സമിതികളാണ് ജില്ലാ പ്രാദേശിക തലത്തിൽ ഉൾപ്പെടെ രൂപീകരിക്കുന്നത്. അതിന്റെ മുകൾ തട്ടിൽ ഉണ്ടാകുന്ന സമിതി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലായിരിക്കും. സംസ്ഥാന തലത്തിൽ മുഖ്യമന്ത്രി അധ്യക്ഷനായ സമിതിയാണ് ഉണ്ടാവുക. വനം വകുപ്പ് മന്ത്രി വൈസ് ചെയർമാൻ, റവന്യൂ വകുപ്പ് മന്ത്രി, തദ്ദേശ മന്ത്രി, പട്ടികജാതി പട്ടിക വകുപ്പ് മന്ത്രി എന്നിവർ അംഗങ്ങളും ചീഫ് സെക്രട്ടറി കൺവീനറുമായ സമിതിയാണ് ഇതിനെല്ലാം നിയന്ത്രിക്കുക. ഒപ്പം മറ്റ് 3 സമിതികൾ ചീഫ് സെക്രട്ടറി തലത്തിൽ വകുപ്പ് മേധാവികളുടെ കമ്മിറ്റി ഉണ്ടാകും. ജില്ലാ അടിസ്ഥാനത്തിൽ കമ്മിറ്റി ഉണ്ടാകും. ജില്ലാ ചുമതലയുള്ള മന്ത്രി അധ്യക്ഷനായും ജില്ലാ കളക്ടർ, SP, DFO, ജില്ലാ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റി ഉണ്ടാകും. ഒപ്പം പ്രാദേശിക കമ്മിറ്റിയും ഉണ്ടാകും. ഇങ്ങനെ വന്യജീവി സംഘർഷം തടയാനും അടിയന്തരമായി ഇടപെടാനും 4 കമ്മിറ്റികളാണ് രൂപീകരിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനം, ചീഫ് വൈൽഡ് ലൈഫ് വാർഡനെ മനുഷ്യ വന്യജീവി സംഘർഷം കൈകാര്യം ചെയ്യുന്നതിനുള്ള നോഡൽ ഓഫീസറായി നിയമിക്കുന്ന തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അത്തരത്തിൽ പ്രധാനപ്പെട്ട നിരവധി തീരുമാനങ്ങളാണ് മന്ത്രിസഭാ യോഗത്തിൽ ഇത് എടുത്തത്. കൂടുതൽ പണം അനുവദിക്കാനുള്ള നിർദ്ദേശമുണ്ട്. ഒപ്പം മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾക്ക് ആവശ്യമായ അത് പ്രതിരോധിക്കുന്നതിന് ആവശ്യമായി വരുന്ന ചെലവുകളെ ട്രഷറി നിയന്ത്രണം വലിയ പ്രതിസന്ധിയാണ്. 1 ലക്ഷം രൂപയെ ട്രഷറിയിൽ നിന്ന് ഒരു സമയം പിൻവലിക്കാനാകും. ഇത് ട്രഷറി നിയന്ത്രണത്തിൽ നിന്ന് ഈ വന്യജീവി പ്രശ്നങ്ങളുള്ള പദ്ധതികളെ പിൻവലിക്കുന്ന കാര്യം, ട്രഷറി നിയന്ത്രണം ഒഴിവാക്കുന്ന കാര്യം പരിഗണിക്കും. ഒപ്പം വന്യജീവി ആക്രമണത്തെ തുടർന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള നഷ്ടപരിഹാര തുക എത്രയും വേഗം നൽകുന്നതിന് വനം വകുപ്പ് മേധാവിയെ ചുമതലപ്പെടുത്താനുള്ള തീരുമാനമുണ്ട്. ഇത്തരത്തിൽ വന്യജീവി സംഘർഷങ്ങളെ കുറിച്ചുള്ള സമഗ്രമായ പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ എടുത്തിട്ടുള്ളത്. അതിപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു അറിയിപ്പായി തന്നെ പുറത്തേക്ക് വന്നിട്ടുമുണ്ട്. ഒപ്പം പ്രധാനമായും ഈ 4 സമിതികൾ രൂപീകരിക്കുക എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സമിതി രൂപീകരിച്ച് അതിന്റെ താഴെയായി, അതിന്റെ കീഴിലായി ജില്ലാടിസ്ഥാനത്തിലും ഉദ്യോഗസ്ഥാടിസ്ഥാനത്തിലും പ്രാദേശിക അടിസ്ഥാനത്തിലും മറ്റ് സമിതികൾ പ്രവർത്തിക്കുന്ന രൂപത്തിലാണ് കാര്യങ്ങളുള്ളത്. വന്യജീവി സംഘർഷം കഴിഞ്ഞ 2-3 ദിവസമായി വ്യാപകമായിരുന്നു. ആ വ്യാപകമായിരുന്ന വന്യജീവി സംഘർഷങ്ങൾ അത് സർക്കാരിനും ഒപ്പം വനം വകുപ്പിനും തലവേദനയും വിമർശനവും ഏറ്റുവാങ്ങുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. അതിൽ നേരത്തെ 400 കോടി രൂപയുടെ ഒരു പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു. അതിന് പിന്നാലെ കിഫ്ബിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മറ്റു ചില പദ്ധതികളും, അങ്ങനെ വിവിധ തരത്തിലുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചിരുന്നല്ലോ സംസ്ഥാന സർക്കാർ, പ്രത്യേകിച്ച് വനം വകുപ്പ്. ഇക്കാര്യങ്ങളെല്ലാം തന്നെ ഇനി ഒറ്റ ഒരു പദ്ധതിയായി അല്ലെങ്കിൽ ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണോ തീരുമാനം? അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഇനി അടിയന്തരമായി സംസ്ഥാനത്ത് വനാതിർത്തികൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ തീരുമാനമായി വന്നിരിക്കുന്നത്. വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കിഫ്ബി വഴി ഇപ്പോൾ 100 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. 110 കോടി രൂപ കൂടി കിഫ്ബി മുഖാന്തരം അനുവദിക്കാനുള്ള നടപടി സ്വീകരിക്കാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴും അത് പരിമിതമാണ് എന്നത് വസ്തുതയാണ്. ഏതായാലും ഇപ്പോൾ വന്യജീവി സംഘർഷങ്ങൾ രൂക്ഷമായി നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഒരു അടിയന്തര തീരുമാനങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനം.